പ്രശാന്തേട്ട, അപ്പോൾ ബംഗ്ലാദേശിൽ കാണുന്നത് അവിടെ ഒരു കാവൽ സർക്കാരാണ്. ഇപ്പോൾ ആ കാവൽ സർക്കാരിനെയും ഇനി ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും അതോടൊപ്പം തന്നെ അൽ ഖ്വയ്ദയും എല്ലാം അട്ടിമറിക്കുമോ എന്ന് വിദേശ രാജ്യങ്ങൾ നോക്കുകയാണ്. ചിലപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അവിടെയുള്ള ഇത്തരം വിഘടന ഗ്രൂപ്പുകൾ രംഗത്തെത്തിയിട്ടുണ്ടല്ലോ. ആ ചേട്ടൻ ഇതെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ബംഗ്ലാദേശിൽ ആകെപ്പാടെ അരാജകത്വമായി. അവിടെ ഇപ്പം ഇനിയിപ്പോൾ ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 75,000-ഓളം പട്ടാളമേ ഉള്ളൂ. അതിനകത്ത് പട്ടാളം എന്ന് പറയുന്നത് അതിനകത്തൊരു 45,000 പട്ടാളം കാണും. ബാക്കി ഒരു 30,000 ഈ ഉദ്യോഗസ്ഥരായിരിക്കും, അല്ലെങ്കിൽ മിലിറ്റന്റ് ഗ്രൂപ്പല്ല, അല്ലെങ്കിൽ സായുധരല്ല, അല്ലാത്തവരായിരിക്കും. അപ്പോൾ അതിനകത്ത് ആ രാജ്യത്തിന് പിടിച്ചിരിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വെളിയിൽ നിന്നുള്ള ഫോഴ്സ്, ഈ പറയുന്നത് പോലെ ഇതിനെക്കാട്ടിൽ ആയുധ പരിശീലനം നേടിയവരാ ഇപ്പം അൽ ഖ്വയ്ദയുടെ കെയറോപ്പിലും, അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഇന്നലെ തന്നെ അവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അൽ ഖ്വയ്ദ കുതിരപ്പുറത്ത്, പണ്ട് 7-ാം നൂറ്റാണ്ടിൽ കൂട്ട് വാളും വടിയും തോക്കും ഒക്കെ പിടിച്ച് കുതിരപ്പുറത്ത് ഇങ്ങനെ കണ്ടമാനം ആൾക്കാർ, അൽ ഖ്വയ്ദയുടെ ആൾക്കാർ അവരെല്ലാം ചുറ്റിക്കറങ്ങി അവരുടെ പ്രദേശമാണെന്ന് പ്രഖ്യാപിച്ചു പോവുകയും ഭീഷണിപ്പെടുത്തുകയും ഈ ന്യൂനപക്ഷത്തിനെ ആക്രമിക്കുകയും ഒക്കെ ചെയ്ത് ഒരു രാജ്യത്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ആ രാജ്യത്തിന് ആർക്കും കയറി അവിടെ പെരുമാറാം എന്നുള്ള രീതിയിലേക്ക് വന്നു. IS-ന്റെ സഹായമുണ്ട്, അല്ലെങ്കിൽ IS ഇവരുടെ ഭാഗമായിട്ടായിരിക്കുന്നത്. മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറി. അഫ്ഗാനിസ്ഥാനിൽ അല്ലെങ്കിൽ ഇപ്പം ഒരാളാണല്ലോ, ഒരു ടീമിൻ്റെ കീഴിലാണല്ലോ ആ രാജ്യം. ഒരു താലിബാൻ തീവ്ര നിലപാടുള്ളവരുണ്ടെങ്കിലും താലിബാൻ്റെ നിയന്ത്രണത്തിലാണ് മൊത്തം. ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ അതല്ല. ഒരു ഭാഗത്ത് അൽ ഖ്വയ്ദ, ഒരു ഭാഗത്ത് IS, ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, ഒരു ഭാഗത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭകർ. ഈ ലോകത്ത് ഉള്ള എല്ലാ ടെററിസ്റ്റ് ഗ്രൂപ്പുകളും ഒരുപക്ഷെ ഇപ്പം പാകിസ്ഥാനേക്കാളും കൂടുതൽ ഈ പറയുന്ന ബംഗ്ലാദേശിലുണ്ട്. അപ്പം ഈ അതിനെ നിയന്ത്രിക്കാൻ അവിടുത്തെ ഭരണ സംവിധാനത്തിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഭരണ സംവിധാനം ഇല്ല. അവർ എന്തിനോ വേണ്ടി, ആർക്കോ വേണ്ടി ഇതിനെല്ലാം അനുവദിച്ചിട്ട് ഇപ്പോൾ അവരുടെ കയ്യിൽ പോലും നിൽക്കാത്ത രീതിയിലേക്കാണ് പോകുന്നത്. യൂനസ് എന്ന് പറയുന്ന ആ വിഷവിത്ത്, പക്ഷേ അയാൾക്ക് ഇതിനൊന്നുമുള്ള കഴിവില്ല. ഈ വിഷവിത്തുകൾക്ക് അങ്ങോട്ട് പ്രശ്നമുണ്ട്, പവർ കാണത്തില്ലല്ലോ. അവർക്ക് ഈ പറയുന്ന അയാൾക്ക് അധികാരം വേണമായിരുന്നു, ഒരുപക്ഷെ അധികാരത്തിലിരുന്നു. അയാൾ ഈ ഒരു മത ഭീകരവാദിയുടെ മാനസികാവസ്ഥയുള്ള മനുഷ്യനായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ആൾക്കാർ വന്നോട്ടെന്ന് വിചാരിച്ചത്. ഇപ്പം അയാളെ ആ അധികാരസ്ഥാനത്തിൽ എത്തിച്ചവരും അല്ലെങ്കിൽ അതിനനുവദിച്ചവരും ഒക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിർലോഭം നടക്കുകയാണ്. അവിടുത്തെ ജനങ്ങളുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. ആ രാജ്യമെന്ന് പറയുന്ന രാജ്യം ഇനി ഉണ്ടാവുന്ന ഒരവസ്ഥ ഇല്ല. 71-ൽ സ്വാതന്ത്ര്യത്തിന് ശേഷം പല അട്ടിമറികളൊക്കെ നടന്നെങ്കിലും ആ രാജ്യത്തിനൊരു കൃത്യമായ പോക്കുണ്ടായിരുന്നു. അതിന് സഹായമാകുന്ന വളരെ കൂടുതൽ സമയം പ്രവർത്തിച്ച ഒരു ജനാധിപത്യ വിശ്വാസിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുണ്ട്, ഹസീന. അപ്പോൾ അവരെ എതിർക്കുന്ന അന്ന് ഒരു വിഭാഗം അന്നേ ഉണ്ടായിരുന്നു. ഇവരുടെ പ്രതിപക്ഷ പാർട്ടിയും ആ വിഭാഗത്തിൻ്റെ കൂടെ എന്ത് കാര്യത്തിനും കൂട്ടുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ അവരെ പ്രൊമോട്ട് ചെയ്ത് അവരെ അട്ടിമറിക്കാൻ സാധിച്ചു. ആ അട്ടിമറിക്ക് ശേഷം ഇപ്പം ആ രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ മോശം. ഇപ്പം ഒരു ഭാഗത്തു നിന്ന് അമേരിക്കൻ ആർമി കയറി, പാകിസ്ഥാനെങ്കിലും ഇവരെ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ കൈകാര്യം ചെയ്തില്ലേ. അതേ അവസ്ഥയിൽ പാകിസ്ഥാൻ്റെ ഭാഗം അല്ലെങ്കിൽ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി അഫ്ഗാനിസ്ഥാൻ നിൽക്കുന്നു, അല്ലെങ്കിൽ പാകിസ്ഥാനകത്ത് ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഈ തീവ്ര നിലപാടുള്ളവർ പാകിസ്ഥാനകത്ത് പ്രവർത്തിക്കുന്നു, ആ പാകിസ്ഥാൻ അടിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാനകത്തോട്ട് ഇരച്ചു കയറിയില്ലേ, അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ അവരാഗ്രഹിക്കുന്ന സ്ഥലം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ്. അപ്പോൾ അവർക്ക് അതിനെ നേരിടാൻ പോലും അവർക്ക് ഈ വ്യോമ സംവിധാനവും മറ്റു സംവിധാനവും ഒക്കെ വളരെ കുറവ്. എന്നിട്ടും ഇത്രയും വലിയ ബലത്തിൽ വ്യോമസേനയും ന്യൂക്ലിയർ സംവിധാനവും ഒക്കെ ഉള്ള രാജ്യത്ത് അഫ്ഗാനിസ്ഥാൻ ഇരച്ചു കയറണമെങ്കിൽ അതിനകത്ത് അഫ്ഗാനിസ്ഥാൻ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു ബലം കൃത്യമായിട്ടില്ലെങ്കിൽ അവർ കയറത്തില്ലല്ലോ. അത് നമ്മൾ തൊല്ലം ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന പാകിസ്ഥാൻ തന്നെയാണ്. പാകിസ്ഥാൻ ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകളോ അല്ലെങ്കിൽ ഈ പറയുന്ന ആയുധങ്ങളോ ഒക്കെ മറ്റവരെക്കാട്ടി കൂടുതൽ കാണാനാണ് അവസ്ഥ. ഇവരുടെ കയ്യിലിരിക്കുന്ന ആയുധങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ വേണേൽ യുദ്ധം ചെയ്തോട്ടെന്ന് പറഞ്ഞിട്ട് അമേരിക്ക കളഞ്ഞിട്ട് പോയ ഇതുകളും അല്ലെങ്കിൽ വെടിക്കോപ്പുകളും ഒക്കെ ഉണ്ട്. അത് അമേരിക്ക ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ആ സാധനമോ പിന്നെ കാശ്മീരി വന്ന് നമ്മളെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അവരിനി തയ്യാറാവത്തില്ല. അവർ ഇപ്പോൾ പൂർണ്ണമായിട്ട് നമ്മുടെ കൂടെ. അവർക്കിടെ ഏറ്റവും വലിയ ശത്രു പാകിസ്ഥാനാണ്. അപ്പം ആ രീതിയിലേക്ക് IS, അൽ ഖ്വയ്ദ ഭീകരർ അവിടെ ഇപ്പോൾ ബംഗ്ലാദേശിൽ അഴിഞ്ഞാടണമെങ്കിൽ അതിന് വേറെ വലിയ ഇതുണ്ട്. ഇപ്പം നമ്മളതാ മനസ്സിലാക്കേണ്ടത്. ഇതുവരെ അവരെ കണ്ടില്ലല്ലോ. അതിനകത്ത് ഇവർക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് ഈ പറയുന്ന അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തുനിന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ കയ്യിൽ നിൽക്കുന്നു അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതായിട്ടുള്ള കാര്യമാണ് ഈ അൽ ഖ്വയ്ദയൊക്കെ. ഈ അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ പാകിസ്ഥാൻ ഉള്ളതിനെക്കാട്ടിൽ നിയന്ത്രണം
ഇവരുടെ ഭാഗത്ത് ഈ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടോ? മാത്രവും അല്ല, ഇപ്പം പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുന്ന പക്ഷെ ചർച്ചകളെല്ലാം ഉയർന്നു വരുന്ന പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നാണ്. ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് സൈനിക സഹായം ഉണ്ടായിരുന്നു, കറാച്ചിയിൽ സ്ഫോടക വസ്തുക്കൾ എത്തിക്കുന്നു എന്ന രീതിയിലാണല്ലോ. അല്ല, ഞാൻ ഈ പറഞ്ഞ തീവ്ര ഗ്രൂപ്പുകളുടെ കാര്യമാണ് പറഞ്ഞത്. ഈ പാകിസ്ഥാനാണല്ലോ മെയിനായിട്ട് ഇപ്പോൾ ഈ രാജ്യത്തെ ഇങ്ങനെ സൃഷ്ടിച്ചെടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ലോകം മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. മാത്രമല്ല ഇപ്പോഴത്തെ ഈ താൽക്കാലിക സംവിധാനം പാകിസ്ഥാൻ ഫേവറായിട്ടില്ലേ നിൽക്കുന്നത്. പാകിസ്ഥാൻ എപ്പോൾ വേണേലും ഇവിടെ കയറാം. പാകിസ്ഥാൻ ഭീകരരെ വെച്ചിട്ട് ഇവിടെ ആ ഭീകരരെ പരിശീലിപ്പിച്ച് അതിർത്തിയിൽ മൊത്തം നിറച്ചുകൊണ്ടിരിക്കില്ലേ, അന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയില്ലേ. ഈ മദ്രസ സ്കൂളുകൾ ഉൾപ്പെടെയുള്ളത് ഈ ഭീകര ക്യാമ്പുകളായിട്ട് പ്രഖ്യാപിച്ചില്ലേ. അതിനെല്ലാം അല്ലെങ്കിൽ അതിനെല്ലാം സഹായം ചെയ്തു കൊടുക്കുന്ന ഈ പാകിസ്ഥാൻ്റെ രഹസ്യാന്വേഷണ വിഭാഗമാണ്. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഇനി പട്ടാളത്തെ കൊണ്ടുവന്ന് പാകിസ്ഥാനിൽ അഫ്ഗാൻ ഇവർക്ക് പരിശീലനം കൊടുക്കാൻ പോകുകയില്ലേ. അപ്പോൾ 71 ശേഷം ഒരു പട്ടാളക്കാരനെ അവിടെ കയറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം? ഇല്ലല്ലോ. അപ്പോൾ ഇപ്പോൾ പട്ടാളം വരുന്നു, പാകിസ്ഥാൻ്റെ കപ്പൽ നേരിട്ട് പോർട്ട് വരുന്നു, പാകിസ്ഥാൻ ആയുധങ്ങൾ കൊടുക്കുന്നു. ലോകത്ത് മൊത്തം അവർക്ക് ഈ അവശ്യ സാധനങ്ങളെന്ന് വ്യാജേന കപ്പലിൽ വന്നത് ആയുധങ്ങളാണെന്ന് മനസ്സിലായില്ലേ. അത് 2004 ഇതുപോലെ ആയുധങ്ങൾ കൊണ്ടുവന്ന് അന്ന് ഹസീനയുടെ കെയർ ഓഫിൽ പിടിച്ചതല്ലേ. ആയുധങ്ങൾ ഇന്ത്യ ആക്രമിക്കുന്നതിന് വേണ്ടിയാണെന്ന് മൊഴി കൊടുക്കുന്ന ഒരവസ്ഥ വന്നല്ലോ. അത് നമ്മുടെ ഈ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ആക്രമണത്തിനെല്ലാം പിന്തുണയാരാ? പാകിസ്ഥാൻ്റെ പിന്തുണയുണ്ട്, മറ്റ് നമ്മുടെ ഈ ശത്രുരാജ്യങ്ങളുടെയൊക്കെ പിന്തുണയുണ്ട്. അപ്പോൾ അവിടെ ഉദാഹരണം ചെയ്യുന്നതിന് വേണ്ടി ആയുധങ്ങൾ കൊടുത്തു വിട്ടാണോ അതിൻ്റെ പേരിലൊന്ന് ചൈനയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഈ ആയുധങ്ങൾ കയറി വരികയാണ്. ആദ്യം ഒരു കപ്പൽ വന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് ഇപ്പോൾ വളരെ വലുപ്പത്തിൽ വന്നിട്ടുണ്ട്, വളരെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഭീകരന്മാർ കണ്ടമാനം കയറിയിട്ട് 75 ഭീകരർ കയറിയിട്ട് ഔദ്യോഗിക കണക്കുണ്ട്. 75 750 അറിയത്തില്ല. എന്തായാലും ആ ജയിലിൽ കിടന്ന വിവിധ ഭീകരന്മാരെന്നുള്ള രീതിയിൽ രാജ്യത്തിനും ലോകത്തിനും സുരക്ഷയെ ബാധിക്കുന്ന ഭീകരന്മാരെയൊക്കെ അവർ ഈ ഭരണം മാറിയപ്പോൾ തന്നെ തുറന്നു വിട്ടു. അവിടെ ഇപ്പോൾ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനികളും അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിൽ ആ രാജ്യത്തിന് വേണ്ടി പൊരുതിയ ആൾക്കാരും മാന്യമായിട്ടുള്ള ആൾക്കാർക്കുള്ള ജയിലിലും ലോകത്തിൽ ഏറ്റവും കൊള്ളാത്ത ക്രിമിനൽസ് എല്ലാം വെളിയിലുമായി. ഇപ്പം ആ ക്രിമിനൽസ് എല്ലാം കൂടെ കൂടിയ ഇന്ത്യക്കകത്തോട്ട് കയറാൻ നോക്കുമ്പോൾ അവിടെ പറ്റത്തില്ല. ഇന്ത്യക്കകത്തോട്ട് കയറുന്ന അതിർത്തിയിൽ കയറി ഇങ്ങോട്ടിറങ്ങുന്നവനെ അന്നേരം തന്നെ ഇന്ത്യ പിടിക്കുന്നുണ്ട്. ഇന്ത്യ ഉറ്റുനോക്കി തന്നെ ഇരിക്കുകയാണ്. ആണ് ഇന്ത്യക്ക് അറിയാം ഇതെല്ലാം ഇങ്ങോട്ട് കയറാനും ഇവിടുന്ന് സ്വർഗത്തിൽ പോകാനുള്ള തീരുമാനത്തിൽ നിൽക്കുന്നവരാണെന്ന് അറിയാം. മനസ്സിലാവുന്നുണ്ടോ? കാരണം എവിടെ കിടന്നാലും സ്വർഗത്ത് പോയാൽ മതിയല്ലോ. ചാവേറുകളും അല്ലെങ്കിൽ ഈ രക്തസാക്ഷിയൊക്കെ ആവാൻ നിൽക്കുക. അപ്പോൾ അവിടെ കിടന്നായാലും ഇവിടെ കിടന്നായാലും ഇവിടെ കൂടുതൽ ഇവിടെ ഇതനുസരിച്ച് സ്വർഗത്തിൽ കൂടുതൽ മോക്ഷം എളുപ്പം കിട്ടും. ഈ അവിടെ എണ്ണത്തിൽ കൂടുതൽ ഈ പറയുന്ന ആനുകൂല്യങ്ങളൊക്കെ അവിടെ ചെല്ലുമ്പോൾ കിട്ടും. അപ്പോൾ ഇങ്ങോട്ട് കയറാൻ നോക്കുന്നുണ്ട് നമ്മളെന്തായാലും നമ്മുടെ ബോർഡറുകളും അതിർത്തികളും ഒക്കെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഈ കയറാൻ പറ്റാത്ത ഫോഴ്സ് എല്ലാം കൂടെ അവിടെ കിടന്നിപ്പം കുതിരപ്പുറത്തും ആനപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ കിടന്ന് വാളുമൊക്കെ വീശി അതിനകത്ത് കിടന്നെങ്കിൽ വേളം കാണിക്കുക. അതാണ് ഇന്നലെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് അഫ്ഗാനിസ്ഥാൻ ഉള്ള സപ്പോർട്ടും അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അരക്കൻ ആർമി ഈ പറഞ്ഞിട്ടുണ്ടല്ലോ, ന്യൂനപക്ഷ വേട്ട അല്ലെങ്കിൽ പ്രശ്നങ്ങൾ. ഈ പറയുന്ന അൽഖ്വയ്ദയും IS ഒക്കെ ഈ ആയുധം അല്ലെങ്കിൽ അവരും യുദ്ധം ചെയ്യാനും അല്ലെങ്കിൽ ആയുധധാരികളും ഈ ആക്രമണത്തിനും ഒക്കെ തയ്യാറാണല്ലോ. അവർക്ക് എങ്ങനെയാലും അരക്കൻ ആർമി ഇപ്പം നിൽക്കുന്ന അവിടുത്തെ ന്യൂനപക്ഷങ്ങളുടെ ഭാഗമായിട്ട് നിൽക്കുന്നില്ലേ. പല 1-2 വട്ടം ഗവൺമെൻറ്റിനോട് തന്നെ പറഞ്ഞല്ലോ ന്യൂനപക്ഷയും അവർക്ക് ബുദ്ധ സന്യാസിമാരാണ് അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ബുദ്ധ സന്യാസിമാരെ ആക്രമിക്കുന്നുണ്ടല്ലോ. ബുദ്ധസന്യാസിമാർക്ക് പ്രശ്നം വന്നാൽ ഞങ്ങൾ ഇടപെടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നലെ ഈ പറഞ്ഞ അൽഖ്വയ്ദ റോഡിൽ കൂടെ പോയ ന്യൂനപക്ഷങ്ങളെ ഉപദ്രവിച്ച് അതിനകത്ത് ബുദ്ധന്മാരും കാണും. ക്രിസ്മസിൻ്റെ അതേ ദിവസം തന്നെ അവർ അത്ര പള്ളി കത്തിച്ചോടെ ക്രിസ്ത്യാനികളെ ഒന്ന് ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ദിവസമാണെന്ന് വന്നല്ലോ. അന്ന് എന്തായാലുമൊക്കെ ഒരു ആഘോഷവും കാര്യങ്ങളും മറ്റതും ഒക്കെ കാണും. അപ്പോൾ ആഘോഷമായിട്ട് ബന്ധപ്പെട്ടുമ്പോഴാണല്ലോ ആക്രമിക്കുന്നത്. എന്നിട്ട് ഇവിടുത്തെ ലോകമൊത്തം ഇത് ചർച്ചയായിട്ട് ക്രിസ്ത്യൻ രാജ്യങ്ങളൊന്നും അതിനകത്ത് ഇടപെട്ടിട്ടില്ല. അപ്പം ഇതിനകത്ത് യൂറോപ്യൻ കൺട്രീസിനും അമേരിക്കയ്ക്കും ഒക്കെ വളരെ കൃത്യമായിട്ട് ഈ യൂനസിനെ പ്രതിഷ്ഠിക്കുന്നതിനകത്തൊരു കാര്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് തെളിവ്. അല്ലെങ്കിൽ ഏറ്റവും ആദ്യം ഇടപെടേണ്ട ആരും അമേരിക്കയില്ലേ. അമേരിക്കയാണല്ലോ ഈ കാര്യം. പക്ഷേ അമേരിക്കനകത്ത് അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ അല്ല ഇനി സാധാരണക്കാരെ ജനങ്ങൾ ഷെയ്ഖ് ഹസീനെ തിരികെ വിളിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമോ? കാരണം ഇപ്പോൾ പൂർണ്ണമായി തന്നെ ആ രാജ്യം ഭീകരവാദികളുടെ പിടിയിൽ അകപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വീണ്ടും പഴയ ഭരണം മതി എന്ന് പറഞ്ഞ് വിളിക്കാനുള്ള സാധ്യത കാണാൻ പറ്റുമോ? വിളിക്കാനെന്ന് പറഞ്ഞാൽ അവർക്കിടെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ആ പഴയ ഭരണത്തിനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഒരു ഇപ്പം തന്നെ 10, 15, 20 മാക്സിമം നമ്മൾ പറഞ്ഞാൽ 20% ആൾക്കാരെ ഉള്ളൂ ഈ നിലപാടുമായിട്ട് നിൽക്കുന്നത്. അല്ലാതെ മൊത്തത്തിലുള്ള ആൾക്കാർ ഈ നിലപാടുമായിട്ട് നിൽക്കുന്നില്ലല്ലോ. ഈ ഭീകര നിലപാടുമായിട്ട് നിൽക്കുന്ന 20%. ബാക്കിയുള്ള ആൾക്കാർ ഒതുങ്ങിയിരിക്കുകയാണ്, ഞങ്ങൾക്ക് വയ്യ അല്ലെങ്കിൽ ഭയന്നിരിക്കുകയാണ്. അവരുടെ കരുത്ത് അവർക്ക് അറിയത്തില്ല. അവരിറങ്ങുന്ന ഒരവസ്ഥയിലേക്ക്, അവിടെ ഉരുത്തിരിച്ചിറക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങൾ ഇറങ്ങിയാൽ ഇതെല്ലാം ഓടിപ്പോവും എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഉരുത്തിരിച്ചിറക്കുന്നതിൻ്റെ ഒരു സംവിധാനം കഴിഞ്ഞ ദിവസം അവിടെ ഈ ഇപ്പം നിൽക്കുന്ന നിലവിലുള്ള സംവിധാനത്തിനെതിരെ അവിടെ ഒരു വലിയ പ്രക്ഷോഭം ഉരുത്തിരിയുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്.
അത് ഒരു പക്ഷേ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഈ ഹസീനയ്ക്ക് അനുഭവം ഇപ്പോഴും അല്ലെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ കൂടി സ്വതന്ത്രമായിട്ട് ഹിതപരിശോധന നടത്താൻ സാധിച്ച ഹസീനാനെ വീണ്ടും അധികാരത്തിൽ വരും. അത് വരാതിരിക്കുന്നതിനും ആ സംവിധാനങ്ങൾ മൊത്തം തകർക്കുന്നതിനും ഭരണഘടന അവിടെ മാറ്റി എഴുതുന്നതിനും വീണ്ടും ഭരണഘടന ഒക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് സമരം തുടങ്ങൂലേ. അപ്പം ഇവർക്ക് അറിയാം ഹസീന വീണ്ടും വരും. ഈ 3 മാസം തെരഞ്ഞെടുപ്പ് നടത്തുമെന്നൊക്കെ പറഞ്ഞു. 3 മാസം തെരഞ്ഞെടുപ്പിൽ ഇപ്പം നടത്തിയാൽ ഹസീന വരും സ്വതന്ത്രമായിട്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് ആണെന്നൊന്ന് പരിശോധിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളുടെ ഇടപെടലൊക്കെ കാണും. അപ്പോൾ ഹസീന വീണ്ടും വരും. അപ്പോൾ ഹസീനെ കൊണ്ടുവരാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിനു മുമ്പ് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇറാൻ്റെ ഒക്കെ കൂട്ടുള്ള ഭരണ സംവിധാനവും അല്ലെങ്കിൽ ഒരു ഭരണഘടന മാറ്റവും ഒക്കെ വരുന്ന ഇസ്ലാമിക് രാജ്യമായിട്ട് പ്രഖ്യാപിക്കുന്നതിനൊക്കെയുള്ള വളരെ ധൃതി പിടിച്ചുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അത് എത്രത്തോളം നടക്കുമെന്നറിയില്ല. ഏതായാലും അവിടെ ഈ പറയുന്ന അൽഖ്വയ്ദ ഉൾപ്പെടെയുള്ള IS ഭീകരവാദികളുടെ അഴിഞ്ഞാട്ടം ഇന്നലെ ദേശീയ മാധ്യമം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പഴയ 6-ാം നൂറ്റാണ്ടിലൊക്കെ കുതിരപ്പുറത്തൊക്കെയാണ് വടിയും വാളും ഒക്കെ ആയിട്ട്. ഏതായാലും അവിടുത്തെ ആൾക്കാരുടെ ജീവനും സ്വത്തിനും യാതൊരു സുരക്ഷിതത്വവുമില്ല. അതിനെ വീണ്ടും പഴയ രീതിയിലുള്ള ജനാധിപത്യ സംവിധാനത്തിലും ഭരണത്തിനനുസരിച്ചുള്ള ഒരു ഭരണ സംവിധാനം വന്നേ മതിയാവത്തുള്ളൂ.